സുജൂദിലായി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു മനുഷ്യൻ തന്റെ റബ്ബിനോട് ഏറ്റവും അടുത്താകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുജൂദുകൾ വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. പടച്ച റബ്ബിലേക്ക് കൂടുതൽ സാമീപ്യം സിദ്ധിക്കാനുള്ള മാർഗം നിസ്കാരമാണ്, സുജൂദാണ് എന്ന് പറയുമ്പോൾ കൂടുതൽ സുജൂദുകൾ വർദ്ധിപ്പിക്കാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് സുജൂദ് വർദ്ധിപ്പിക്കേണ്ടത്? അതിലൊന്നാമത്തേത്, ഫർളുകൾക്ക് പുറമെ കൂടുതൽ സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കുന്നതിലൂടെ സുജൂദുകളെ അധികരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന സുജൂദുകൾ അത് കൂടുതൽ സമയം സുജൂദിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും അതുപോലെ അദ്കാറുകൾ ചെല്ലാനും നമ്മൾ സുജൂദിൽ ചെലവഴിക്കുമ്പോൾ അതും സുജൂദ് കൂടുതൽ കസ്റത്തു സുജൂദ് അധികരിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് കൃത്യമായി തന്നെ പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിനെ കുറിച്ചും റുകൂഇനെ കുറിച്ചും നമ്മളെ പഠിപ്പിച്ചത് ഫഅമ്മർ റുകൂഅ് ഫഅദ്ദിമു ഫീഹി റബ്ബ്. റുകൂഅ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലെ റുകൂഅ്, ആ റുകൂഇൽ നിങ്ങൾ പടച്ച റബ്ബിനെ മഹത്വപ്പെടുത്തണം. വഅമ്മ സുജൂദ് എന്ന് പറഞ്ഞാൽ ഫജ്തഹിദു ഫിദ്ദുആ, ആ സുജൂദിൽ നിങ്ങൾ ദുആകൾ കൂടുതൽ വർദ്ധിപ്പിക്കണം. ദുആകൾ കൊണ്ട് നിങ്ങൾ ഇജ്തിഹാദ് നടത്തണം എന്ന് പറഞ്ഞാൽ കൂടുതലായി കൊണ്ട് നിങ്ങൾ സുജൂദിൽ ദുആ ചെയ്യണം. കാരണം ഫഖമിനുൻ അയ്യുസ്തജാബ ലക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനക്ക്, സുജൂദിലുള്ള പ്രാർത്ഥനക്ക് കൂടുതൽ ഉത്തരം നൽകപ്പെടാനുള്ള അവസരമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദ്, പ്രത്യേകിച്ച് രാത്രി നിസ്കാരത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുജൂദ് എത്രത്തോളമായിരുന്നു എന്ന് അവിടുത്തെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തെ കുറിച്ച് ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, ആ നിസ്കാരത്തിന്റെ ഭംഗിയെക്കുറിച്ച്, ആ നിസ്കാരത്തിന്റെ ദൈർഘ്യത്തെക്കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കരുത്. കാരണം നിങ്ങൾ എന്നോട് ചോദിച്ചാലും അത് വർണ്ണിച്ചു തരാൻ എനിക്ക് കഴിയില്ല. അത്രത്തോളം ഭംഗിയുള്ള, അത്രത്തോളം ദൈർഘ്യമുള്ള നിസ്കാരമായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാത്രി നിസ്കാരത്തിൽ സൂറത്തുൽ ബഖറയും സൂറത്തു ആല ഇമ്രാനും സൂറത്തു നിസാഉം ഒക്കെ ഒറ്റ റക്അത്തിൽ തന്നെ പാരായണം ചെയ്യും. എത്രമാത്രം സമയമെടുക്കും ആ ഒരൊറ്റ റക്അത്തിൽ ഈ 3 സൂറത്തുകൾ പാരായണം ചെയ്യാൻ? നമുക്ക് അറിയാം, ആ 3 സൂറത്തുകൾ വളരെയധികം വലിയ സൂറത്തുകളാണ്. യാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 3 സൂറത്തുകൾ പാരായണം ചെയ്യാൻ എടുക്കുന്ന സമയം റുകൂഇലും സുജൂദിലും ചെലവഴിക്കുമായിരുന്നു എന്നുകൂടി ആയിഷ ബീവി രേഖപ്പെടുത്തുകയാണ്. എത്രത്തോളം സമയം പടച്ച റബ്ബിന്റെ മുമ്പിൽ റുകൂഇലും സുജൂദിലും ചെലവഴിക്കുന്ന പ്രവാചകനെയാണ് അവിടുത്തെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അങ്ങനെ കൂടുതൽ സമയം സുജൂദിൽ ചെലവഴിക്കാൻ, പ്രാർത്ഥനകൾ കൊണ്ട് അള്ളാഹുവിനോട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ടോ ആ കാര്യങ്ങളെല്ലാം പടച്ച റബ്ബിനോട് ഉള്ളുരുകി ചോദിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സമയമാണ് സുജൂദ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിച്ച് ആ നിസ്കാരങ്ങളിലൂടെ സുജൂദിന്റെ സമയം അധികരിപ്പിക്കാൻ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, സുജൂദ് അധികരിപ്പിക്കുന്നതിലൂടെ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ഒരുപാട് വലിയ നേട്ടങ്ങൾ ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അലൈക ബികസ്റത്തി സുജൂദ്, നീ സുജൂദുകൾ അധികരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, നിങ്ങൾ സുജൂദുകൾ അധികരിപ്പിക്കണം. കാരണം സുജൂദ് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ദറജകളെ ഉയർത്തുന്നതാണ്, നിങ്ങളുടെ പാപങ്ങളെ അവൻ പുറത്തു തരുന്നതാണ് എന്ന് മാത്രമല്ല നിങ്ങൾക്ക് നന്മകൾ അതിലൂടെ രേഖപ്പെടുത്തപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവന്റെ മുഴുവൻ പാപങ്ങളും അവന്റെ തലയിലും അവന്റെ 2 ചുമലുകളിലുമായി കൊണ്ട് നിർത്തപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്തിട്ടുള്ള സകലമാന പാപങ്ങളും അവന്റെ തലയിലും 2 ചുമലുകളുമായി കൊണ്ടുണ്ടാകും. എന്നിട്ട് ആ മനുഷ്യൻ സുജൂദും റുകൂഉം ചെയ്യുന്ന സമയത്ത് അവന്റെ തലയിലെയും ചുമലിലെയും പാപങ്ങൾ നിലത്തേക്ക് കൊഴിഞ്ഞു വീഴുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ നിസ്കാരത്തിന്റെ മഹത്വം, നമ്മുടെ സുജൂദിന്റെയും റുകൂഇന്റെയും ഒക്കെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്നത് നമ്മൾക്ക് ഓരോരുത്തർക്കും ആലോചിക്കാവുന്നതേയുള്ളൂ. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നാളെ പരലോകത്ത് എന്റെ ഉമ്മത്ത്, അതല്ലെങ്കിൽ ആ നാളെ പരലോകത്ത് വരുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ ഉണ്ടാകും. സകലമാന ആളുകളും ആദം അലൈഹിസ്സലാം മുതൽ അവസാന മനുഷ്യൻ വരെയുള്ള എല്ലാ ആളുകളും പരലോകത്തുണ്ട്.
ആ പരലോകത്തെ മനുഷ്യരിൽ എന്റെ ഉമ്മത്തിനെ, വിശ്വാസികളെ ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ മുഖത്തെ പ്രകാശം കൊണ്ടാണ്. വിശ്വാസികളുടെ മുഖത്ത് സുജൂദിന്റെ പ്രകാശമുണ്ടാകും, സുജൂദിന്റെ വെളിച്ചമുണ്ടാകും. അവരുടെ മുഖം വെളുത്തതായിരിക്കും. ആ വെളുത്ത മുഖം കൊണ്ടായിരിക്കും എന്റെ ഉമ്മത്തിനെ ഞാൻ തിരിച്ചറിയുക. സുജൂദിന്റെ ആ വെളിച്ചം കൊണ്ട് ഞാൻ എന്റെ ഉമ്മത്തിനെ തിരിച്ചറിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, മറ്റൊരു കൂട്ടരെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അവരാരാണ്? നരകത്തിലേക്ക് അകപ്പെട്ട വിശ്വാസികളായ ആളുകളാണ്. അവരുടെ ജീവിതത്തിൽ തിന്മയുണ്ടായിരുന്നു. ആ തിന്മകൾ കാരണം അവർ നരകത്തിലേക്ക് പോയിട്ടുണ്ട്. ഈമാനുള്ള ആളുകൾ തന്നെയാണ്. അങ്ങനെ അവരുടെ ശിക്ഷ കഴിഞ്ഞ് അവരെ പുറത്തെടുക്കുന്ന സമയത്ത് മലക്കുകളോട് അല്ലാഹു തആല കൽപ്പിക്കും, ഹൃദയത്തിൽ ഈമാനുള്ള ആളുകളെ ആ നരകത്തിൽ നിന്ന് പുറത്തെടുക്കാൻ മലക്കുകളോട് കൽപ്പിക്കുന്ന സമയത്ത് ശിർക്ക് ചെയ്യാത്ത, കുഫറില്ലാത്ത ഈമാനുള്ള വിശ്വാസികളെ അവരുടെ ശിക്ഷകൾ കഴിഞ്ഞ് നരകത്തിൽ നിന്ന് പുറത്തെടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ മലായിക്കത്തുകൾ ഇവരെ തിരിച്ചറിയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയഅരിഫൂനഹും ഫിന്നാരി ബിഅസരി സുജൂദ്. സുജൂദിന്റെ അടയാളങ്ങൾ കൊണ്ടാണ് ആ മലായിക്കത്തുകൾ നരകത്തിലുള്ള ഈ മനുഷ്യരെ തിരിച്ചറിയുന്നത്. കാരണം നരകത്തിലുള്ള ആളുകൾ നരകത്തിലേക്ക് ഒരു നിമിഷം പോലും ഇട്ട് കഴിഞ്ഞാൽ മുഴുവൻ കത്തിക്കരിഞ്ഞു പോകും, മുഴുവൻ കരിക്കട്ടയായിട്ടുണ്ടാകും. ആ കരിക്കട്ടയായ മനുഷ്യനെ തിരിച്ചറിയുന്നത് ബിഅസരി സുജൂദ്, സുജൂദിന്റെ അടയാളങ്ങൾ കൊണ്ടാണ്. കാരണം തഅകുലുന്നാറു ഇബ്ന ആദമ ഇല്ലാ അസറ സുജൂദ്, സുജൂദിന്റെ അടയാളങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം നരകം തിന്നു തീർക്കുമെന്നാണ്. എന്നാൽ സുജൂദിന്റെ അടയാളം, മുഖവും സുജൂദിൽ സ്പർശിക്കുന്ന സ്ഥലങ്ങളും ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ സുജൂദിന്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സുന്നത്തായ കാര്യങ്ങൾ, ഫർളുകൾക്ക് പുറമെ സുന്നത്തുകൾ അധികരിപ്പിക്കേണ്ടുന്ന ആ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബീഅത്തു ബിൽ കഅബി ചോദിച്ചല്ലോ, നബിയെ, എനിക്ക് നിങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഉണ്ടാകാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅക്ക് മറുപടി കൊടുത്തത്? എന്താണ്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ, നിങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഉണ്ടാകണം, എനിക്കത് മാത്രമേ ആഗ്രഹമുള്ളൂ, മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട്, റബീഅയോട് പറഞ്ഞ മറുപടി, ഫഅഇനി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, എങ്കിൽ റബീഅ, നീ സുജൂദുകൾ അധികരിപ്പിക്കണം. കൂടുതൽ സുജൂദുകൾ അധികരിപ്പിച്ച് സുന്നത്തായ നിസ്കാരങ്ങൾ അധികരിപ്പിച്ചാൽ നിനക്ക് എന്റെ കൂടെ സ്വർഗത്തിൽ സഹവസിക്കാം എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഅക്ക് കൊടുത്ത മറുപടി. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധ കാണിക്കണമെന്ന് ഈ ഓരോ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഫർളുകൾക്ക് പുറമെ സുന്നത്തായ നിസ്കാരങ്ങൾ അധികരിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇത് പറഞ്ഞത് എങ്കിൽ ഫർള് പോലും നിസ്കരിക്കാത്ത പല ആൾക്കാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഫർളിന്റെ വിഷയത്തിൽ പോലും ശ്രദ്ധ കാണിക്കാത്ത, അലംഭാവം കാണിക്കുന്ന പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. 5 നേരത്തെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയില്ലാത്ത ആളുകൾ, തോന്നുമ്പോൾ നിസ്കരിക്കുന്ന ആളുകൾ, അവരുടെ ജീവിതത്തിൽ കൃത്യമായ നിസ്കാരത്തിന്റെ ചിട്ടയുണ്ടാവുകയില്ല. പള്ളിയിലേക്ക് ഏതായാലും വരൂല. ഇന്ന് പല പള്ളികളെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴും അവിടെയുള്ള ആളുകളുടെ പ്രായം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 40-ന് മുകളിൽ പ്രായമുള്ള ആളുകളാണ് അധികവും പള്ളിയിൽ വരുന്ന ആളുകൾ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അല്ലെ? കൃത്യമായി 5 വക്ത് പള്ളിയിലേക്ക് വരുന്ന ആളുകൾ, പ്രായമുള്ള ആളുകളാണ് പള്ളിയിലേക്ക് വരുന്നത്. നമ്മുടെ വീട്ടിലുള്ള മക്കൾ എവിടെ? ടീനേജ് പ്രായത്തിലുള്ള 20 വയസ്സിന് താഴെയുള്ള 30 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ചെറുപ്പക്കാർ എവിടെ പോയി? നമ്മുടെ പള്ളിയിലില്ല. അവരെവിടെ? അവർ നാട്ടിലില്ലാത്തത് കൊണ്ടാണോ? അല്ല, അവര് വീടുകളിലുണ്ട്. വീടുകളിൽ കളിച്ച് ചിരിച്ച് നടക്കുകയാണ്. പള്ളിയിലേക്ക് വരുന്ന സമയത്ത് പോലും അവർ മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരായി കൊണ്ടിരിക്കുകയാണ്. അവരെ ഒന്ന് കൈപിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരാനുള്ള ബാധ്യത എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. വീട്ടുടമസ്ഥന്മാരുടെ ബാധ്യതയാണ്, രക്ഷിതാക്കളുടെ ബാധ്യതയാണ് എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഫർളിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്ന ആളുകൾ അവർ മുനാഫിക്കുകൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. 5 നേരം കൃത്യമായി നിസ്കരിക്കാത്ത ആളുകൾ അത് നിഫാഖ് കൊണ്ടാണ്. കാരണം പരലോകത്ത് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വിശ്വാസികളെയും മുനാഫികളുടെയും നിർത്തപ്പെടുന്ന സമയത്ത് അള്ളാഹു തആല തന്നെ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്, യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ.
കണങ്കാല് വെളിപ്പെടുന്ന ദിവസം, അള്ളാഹുവിന്റെ കണങ്കാല് വെളിവാക്കപ്പെടുന്ന സമയത്ത്, അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെടുന്ന സമയത്ത് വിശ്വാസികൾ സുജൂദ് ചെയ്യും. പക്ഷേ ആ കൂട്ടത്തിൽ ചില ആളുകൾക്ക്, വിശ്വാസികളും മുനാഫികളും ഉണ്ടാകും, ആ കൂട്ടത്തിൽ ചില ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയൂല. ഫലാ യസ്തതീഊൻ, അവർക്ക് സുജൂദ് ചെയ്യാൻ കഴിയൂല. ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, അല്ലാഹു പറയാണ് ഖാശിഅതൻ അബ്സാറുഹും, അവരുടെ കണ്ണുകൾ കീഴ്പോട്ടായിരിക്കും. പേടിച്ചുകൊണ്ട് മുന്നിലേക്ക് പോലും നോക്കാൻ കഴിയാതെ താഴോട്ട് നോക്കുന്ന ആളുകളായിരിക്കും. അവര് നിന്നത അവരെ വലയം ചെയ്തിരിക്കും. എന്നിട്ട് അല്ലാഹു പറയാണ് വഖദ് കാനൂ യുദഊന ഇലസ്സുജൂദി വഹും സാലിമൂൻ. ദുനിയാവിൽ സുരക്ഷിതരായി ജീവിച്ചിരുന്ന സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് അവരെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നു, നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടിരുന്നു. പക്ഷേ അന്ന് നിസ്കരിക്കാൻ വരാത്ത ആളുകളാണ്. അവർക്ക് നാളെ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കഴിയുകയില്ല. വിശ്വാസികൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് മുനാഫിക്കുകൾക്ക് സുജൂദ് ചെയ്യാൻ സാധ്യമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഫയഊദു ദഹ്റുഹു തബഖൻ വാഹിദ, അവരുടെ മുതുക് വളയാതെ നേരെ നിൽക്കും. അവർക്ക് സുജൂദും റുകൂഉം റബ്ബിന്റെ മുമ്പിൽ ചെയ്യാൻ സാധ്യമാവുകയില്ല എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ആ ഒരു രംഗത്ത് പരലോകത്ത് വരുമ്പോൾ, പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെടുമ്പോൾ, അവിടെ സുജൂദ് ചെയ്യാൻ കഴിയാത്തവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. നമ്മുടെ കുടുംബക്കാര് ഉൾപ്പെടാൻ പാടില്ല. അതിന് നമ്മൾക്ക് നിതാന്തമായ ജാഗ്രതയുണ്ടാകണം. നമ്മുടെ വീട്ടിൽ ആ രൂപത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ ശീലിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നല്ല ഒരു കുടുംബ ജീവിതത്തെ വാർത്തെടുക്കുവാൻ, നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്ന, പള്ളിയിലേക്ക് വന്ന് തന്നെ കൃത്യമായി നിസ്കരിക്കുന്ന ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങണം. നമ്മുടെ വീടിന്റെ കാര്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്.